വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സിൽ വരുന്ന അടുത്ത ടോപ്പിക് ആയിട്ടുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് എടുക്കുന്നത്. സോ ഇത്ര ഒരു 4 ക്ലാസ് കൊണ്ട് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അതായത് ആന്തറിൻ്റെ ഡെവലപ്മെൻറ്റ്, പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ ഇത്ര വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ അത് കണ്ടതിന് ശേഷം ഈ ഒരു ഫീമെയിൽ പാർട്ടിലോട്ട് വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഫീമെയിൽ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഗൈനീഷ്യം, അതാണ് ഫീമെയിൽ പാർട്ട്, അല്ലെങ്കിൽ ഗൈനീഷ്യത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്. ആ ഗൈനീഷ്യത്തിൻ്റെ പാർട്സിൽ വരുന്നതാണ് നമ്മുടെ സ്റ്റിഗ്മാസ്റ്റൈൽ ഓവറി എന്ന് പറയുന്നത്. സോ ആ ഓവറിൻ്റെ ഉള്ളിൽ വരുന്ന അടുത്തൊരു ഡെവലപ്മെൻ്റ് ആണ് മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ്. അതിന് മെഗാസ്പൊറാജെനിസിസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒവ്യൂളിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്. ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് സാപ്പിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. സോ ആദ്യം പഠിക്കാനുള്ളത് ഗൈനീഷ്യം അല്ലെങ്കിൽ ഒരു ആൻജിയോസ്പോം അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിലുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ പറയുന്ന പേരാണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് എന്തായിരുന്നു? ആൻഡ്രീഷ്യ ആയിരുന്നു. സോ ഫീമെയിൽ പാർട്ടാണ് ഗൈനീഷ്യം. ഇതാ ഈ ഒരു സ്ട്രക്ചർ നമ്മളൊരു ചെമ്പരത്തിയൊക്കെ എടുത്ത് ചെമ്പരത്തി ഡിസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇത് ഗൈനീഷ്യം, നമ്മൾ സാധാരണ പഠിക്കാനൊക്കെ ഈ ചെമ്പരത്തിയാണ് എടുക്കാറ്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി ഈ ഒരു നടുക്ക് കാണുന്ന ഈ ഒരു പോർഷനില്ലേ, അതാണ് അതിൻ്റെ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഇനി താഴോട്ടേക്ക് നടുവേ കൂടി ഒന്ന് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല നൂല് പോലെ നേർത്ത ഒരു റീജിയൻ കാണാൻ പറ്റും. അതിനാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ പറയും. സോ ഈ ഒരു ഗൈനീഷ്യത്തിൻ്റെ ഓരോ പാർട്ടിനെയും നമ്മൾ കാർപ്പൽ എന്നാണ് പറയുക. ഓക്കെ, ഗൈനീഷ്യത്തിൻ്റെ ഓരോ പാർട്ട് സിംഗിൾ, നമ്മൾ ആൻഡ്രീഷ്യം പറയുമ്പോൾ അതിൽ സ്റ്റേമൻ ആയിരുന്നു അല്ലേ, അതേപോലെ ഗൈനീഷ്യത്തിൻ്റെ ആ ഒരു പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് കാർപ്പൽ. അപ്പോൾ ഈ ഒരു കാർപ്പലിൻ്റെ സ്ട്രക്ചർ, ഗൈനീഷ്യത്തിൻ്റെ സിംഗിൾ കുറേ കാർപ്പൽസ് കൂടി ചേർന്നിട്ടാണ് ഗൈനീഷ്യം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാർപ്പൽസിന് എന്തൊക്കെയാണ് ഉള്ളത്? ഏറ്റവും മുകളിൽ കാണുന്നതാണ് സ്റ്റിഗ്മ. ഈ കാണുന്ന ഈ ഒരു റെഡ് കളർ പോർഷനാണ് സ്റ്റിഗ്മ. സ്റ്റിഗ്മയുടെ താഴെ ഇങ്ങനെ നേരത്തെ ഒരു ഫിലമെന്റ്, ഒരു സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്കിനെ പറയുന്ന പേരാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടുണ്ടാവും. ആ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് സ്റ്റൈൽ. ഏറ്റവും താഴെ നമ്മളുടെ ഓവറി ഉണ്ടാവും. ആ ഓവറിയുടെ ഉള്ളിലായിരിക്കും ഒവ്യൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ ആ ഓവറിൻ്റെ ഉള്ളിൽ ഒവ്യൂൾസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. സോ ഇന്ന് ഈ ഒരു ഒവ്യൂളിൻ്റെ സ്ട്രക്ചറും കൂടി പറയുന്നുണ്ട്. നമ്മൾ ഈ ഗൈനീഷ്യം എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അത് കാർപ്പൽസിൻ്റെ എണ്ണമൊക്കെ അനുസരിച്ച്, അവയുടെ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് മെയിൻലി 4 ടൈപ്പ് കാർപ്പൽസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തത് മോണോ കാർപ്പസ് ആണ്. മോണോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്ന് എന്നാണല്ലേ. അപ്പോൾ മോണോ കാർപ്പസ് എന്ന് പറയുമ്പം ഒറ്റ ഒരു കാർപ്പൽ, സിംഗിൾ കാർപ്പൽ, ഒറ്റ കാർപ്പൽ മാത്രമുള്ള ഫ്ലവേഴ്സ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് അവക്കാഡോ, പീച്ച് എന്നിവ. നെക്സ്റ്റ് വൺ മൾട്ടി കാർപ്പലറി. മെയിനായിട്ട് 2 എണ്ണമാണ് ഉള്ളത്, മോണോയും മൾട്ടിയും. മൾട്ടി എന്ന് പറയുന്നത് എന്താ? ഒന്നിൽ കൂടുതൽ കാർപ്പൽ ഉണ്ടായിരിക്കും. ആ മൾട്ടി കാർപ്പലറി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഈ ഒരു ഹിബിസ്കസ്, ചെമ്പരത്തി ഒക്കെ പറയുന്നത് മൾട്ടി കാർപ്പലറി ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൾട്ടി കാർപ്പലറിയിൽ അപ്പു കാർപ്പസും ഉണ്ട്, സിങ്ക് കാർപ്പസും ഉണ്ട്. അപ്പോ കാർപ്പസ് എന്ന് പറയുമ്പം ഈ കുറേ കാർപ്പൽസ് ഉണ്ടാവുമല്ലോ, ആ കാർപ്പൽസ് ഒക്കെ സെപ്പറേറ്റ് ആണ്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടല്ല ഉള്ളത്. കുറേ എണ്ണം കാർപ്പലും ഉണ്ടാകും. ആ കാർപ്പൽസ് ഒക്കെ സെപ്പറേറ്റഡ് ആയിരിക്കും, അവ ഫ്യൂസ്ഡ് അല്ല. അങ്ങനെയുള്ളതിന് പറയുന്നതാണ് അപ്പോ കാർപ്പസ്. എക്സാമ്പിൾ സ്ട്രോബെറി, ബട്ടർ കപ്പ്, മൈക്കീലിയ എന്നൊക്കെ പറയുന്ന ഫ്ലവർ. ഇനി സിങ്ക് കാർപ്പസ് എന്ന് പറയുമ്പം ഇവയും കുറേ കാർപ്പൽ ഉണ്ടായിരിക്കും. ആ കാർപ്പൽസ് ഒക്കെ കൂടിയിട്ടാണ്, കാർപ്പലൊക്കെ കൂടിയിട്ട് ഒറ്റ കാർപ്പലായിട്ടാണ് ശരിക്കും ഉള്ളത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്യൂസ്ഡ് കാർപ്പൽ എന്ന് പറയാം. എക്സാമ്പിൾ റോസ്, ടുലിപ്പ് അങ്ങനത്തെ സിങ്ക് കാർപ്പസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. സോ ഇത്രയാണ് ഗൈനീഷ്യം, അതിൻ്റെ ടൈപ്സ്. ഇനി നമ്മൾ ഒരു ഒവ്യൂളിൻ്റെ സ്ട്രക്ചറിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ. സി ഒവ്യൂൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന അനാട്രോപ്പസ് എന്ന് പറയുന്ന ഒവ്യൂളാണ്. ഈ ഒവ്യൂൾസ് പല ടൈപ്പ് ഉണ്ടാവും. മൈക്രോപൈലിൻ്റെ പൊസിഷനൊക്കെ അനുസരിച്ചിട്ട് പല ടൈപ്പ് ഒവ്യൂൾ ഉണ്ട്. ആ ടൈപ്സ് ഓഫ് ഒവ്യൂൾസ് ഏതൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിലിടാം. നമ്മളിപ്പോൾ ആൻജിയോസ്പേംസിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഒവ്യൂളാണ് അനാട്രോപ്പസ് ഒവ്യൂൾ. ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള ഒവ്യൂൾ. ഈ ഒരു ഒവ്യൂളിൻ്റെ ടിപ്പിക്കൽ സ്ട്രക്ചറാണ് ഞാൻ എടുക്കുന്നത്. സോ ബാക്കി അതർ ഒവ്യൂൾസിനൊക്കെ സ്ട്രക്ചർ സിമിലർ ആയിരിക്കും, പക്ഷേ ചില വ്യത്യാസം ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. അപ്പം ഈ ഒരു അനാട്രോപ്പസ് ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ പറയുമ്പം ആദ്യം പറയേണ്ട ഒരു സ്ട്രക്ചർ നമ്മുടെ ഫ്യൂണിക്കിളാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഈ ഒരു സ്റ്റോക്കിനാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. എന്താ ഈ ഒരു ഫ്യൂണിക്കിൾ? എ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് അറ്റാച്ചസ് ദ ഒവ്യൂൾ ടു ദ പ്ലാസൻഡ വിത്തിൻ ദ ഓവറി. നമുക്കറിയാം, നമ്മളൊരു ആക്സിയൽ പ്ലാസൻറ്റേഷൻ ഒക്കെ വരക്കില്ലേ, കുറേ ടൈപ്പ് പ്ലാസൻറ്റേഷൻ വരക്കുമ്പം അതിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു
എന്താ പറയുന്ന ഒരു സാധനമാണ് പ്ലാസൻഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്ലാസൻഡ? ഞാൻ ഈ ഒരു പിക്ചർ വരച്ച്, ഇതാണൊരു ആക്സിയൽ പ്ലാസൻറ്റേഷൻ, ഏതെങ്കിലും ഒരു പ്ലാസൻറ്റേഷൻ ആയിക്കോട്ടെ. ആ ഒരു പ്ലാസൻറ്റേഷനിൽ ഇങ്ങനെയുള്ള ഒരു പ്ലാസൻഡ ഉണ്ടായിരിക്കും. ആ പ്ലാസൻഡയിലായിരിക്കും ചിലപ്പം ഒവ്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ, കുറച്ച് ബൾജിങ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്ലാസൻഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പ്ലാസൻഡയിൽ അറേഞ്ച് ചെയ്തതായിരിക്കും നമ്മുടെ ഒവ്യൂൾസ് ഉണ്ടാവുക. ആ ഒവ്യൂൾസിനെ ഓവറിയിലുള്ള പ്ലാസൻഡയുമായിട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്ന ഭാഗം, അതായത് ഇവിടെ നമ്മൾ ഓവറി ഉണ്ടെന്ന് വിചാരിക്കുക, ഓവറിയിലുള്ള ആ ഒരു ഇവിടെയാണ് നമ്മൾ പ്ലാസൻഡ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്ലാസൻഡ അല്ലെ, ആ പ്ലാസൻഡ വഴിയാണ് സ്റ്റാക്ക് ലൈക്ക് സ്ട്രക്ചർ that attaches the ovule to the placenta. ഒവ്യൂളിനെ മൊത്തത്തിൽ പ്ലാസൻഡ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോർഷൻ, ഓക്കെ, ഓവറി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസൻഡയുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാസൻഡ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒവ്യൂളിൻ്റെ ആ ഒരു പോർഷനെയാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹൈലം. ഹൈലം ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ഹൈലം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചർ, അത് നമ്മുടെ മൊത്തത്തിലുള്ള ഈ ഒരു ഒവ്യൂളിൽ, ഇതാണ് നമ്മുടെ ഒവ്യൂളിൻ്റെ മെയിൻ ബോഡി. ആ ഒവ്യൂളിൻ്റെ മെയിൻ ബോഡിയെ ഈ ഒരു ഫ്യൂണിക്കിളുമായിട്ട് കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം, ഇവിടെ ഒരു കുറച്ച് ബൾജി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ സ്ട്രക്ചറിനെയാണ് ശരിക്കും ഹൈലം എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്ട്രക്ചറിനാണ് ഹൈലം എന്ന് പറയുന്നത്. ഹൈലം എന്ന് വെച്ചാൽ അത് ആക്ച്വലി ഫ്യൂണിക്കിളിനെ ആരുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഒവ്യൂളിൻ്റെ മെയിൻ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. പോയിന്റ് ആണ് ഹൈലം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇൻറ്റഗ്യുമെന്റ്. ഇൻറ്റഗ്യുമെന്റ് എന്ന് പറയുമ്പം ആക്ച്വലി ന്യൂസെല്ലസ്, അതായത് ഈ ഒരു പോർഷനെയാണ് നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയാം. ഈ ഒരു ന്യൂസെല്ലസിനെ പ്രൊട്ടക്ട് ചെയ്ത് സറൗണ്ട് ചെയ്തിട്ട് ഇവിടെ രണ്ടാൾക്കാരെ കണ്ടോ, ഒന്ന് ഈ ലെയർ, ഓക്കെ, രണ്ടാമത്തെ അതിൻ്റെ പുറത്തുള്ള ഈ ഒരു ലെയർ. ആക്ച്വലി ഈ ഒരു ഒവ്യൂളിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് ഇൻറ്റഗ്യുമെന്റ് എന്ന് പറയുന്നത്. ആ ഇൻറ്റഗ്യുമെന്റ് രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഇൻറ്റഗ്യുമെന്റ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഏറ്റവും പുറമേയുള്ള ഔട്ടർ ഇൻറ്റഗ്യുമെന്റും, പിന്നെ ഉള്ളിലുള്ള, ഇവിടെ ഇന്നർ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്, ശരിക്കും ഉള്ളിലുള്ള ഈ ഒരു പോർഷൻ, അതാണ് ഇന്നർ ഇൻറ്റഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നർ ഇൻറ്റഗ്യുമെന്റ്. ഓക്കെ, അത് ഔട്ടർ ഇൻറ്റഗ്യുമെന്റ്, ഒന്നാമത്തേത് ഔട്ടറും രണ്ട് ഇന്നർ, അങ്ങനെ രണ്ട് ഇൻറ്റഗ്യുമെന്റ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ റീജിയൻ ആണ് മൈക്രോപൈലാർ. നമ്മളുടെ ഓവ്യൂളിൽ ഓപ്പണിംഗ് ആയിട്ടുള്ള, ഓപ്പൺഡ് ആയിട്ടുള്ള റീജിയൻ, ഒവ്യൂൾ ഒരു സൈഡ് ക്ലോസ്ഡും ഒരു സൈഡ് ഓപ്പണും ആയിരിക്കും. ആ ഓപ്പൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്ന പേര്, ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു ഒവ്യൂളിൽ, അനാട്രോപ്പസിൽ ഒവ്യൂൾ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു റീജിയൻ പറയുന്ന പേരാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോപൈൽ വഴിയാണ് പോളനൊക്കെ ഈ ഒരു എംബ്രിയോ സാക്ക്, ഇവിടെയാണ് എംബ്രിയോ സാക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. മൊത്തം പ്രോസസ്സ് പറയുമ്പോൾ മനസ്സിലാവും. ഈ ഒരു വഴിയിലൂടെയാണ് പോളൻ ഗ്രെയിൻസ് ഉള്ളിലേക്ക് കയറുന്നത്. ഓക്കെ, അപ്പം ഫ്യൂണിക്കിൾ ഉണ്ട്. ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് പ്ലാസൻഡയുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഫ്യൂണിക്കിളിനെ ഒവ്യൂളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഹൈലം. ഒവ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രണ്ട് ലെയറാണ് ഇൻറ്റഗ്യുമെന്റ്. ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമാണ് മൈക്രോപൈൽ. ദെൻ മൈക്രോപൈലിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ ചലാസൽ എൻഡ് എന്നാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ന്യൂസെല്ലസ്. The main body of the ovule containing the embryo sac, it provide nourishment to the developing embryo. ഈ ഒരു ഒവ്യൂളിന്റെ പകുതി മുക്കാൽ പോർഷൻ നമ്മുടെ ന്യൂസെല്ലസ് ആയിരിക്കും. ന്യൂസെല്ലസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ കണ്ടോ, ഇതാണ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. എംബ്രിയോ സാക്ക് മൊത്തത്തിലുള്ള ഈ ഒരു എംബ്രിയോ സാക്കിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു പോർഷനിൽ ന്യൂട്രീഷൻസ് കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഇവിടെ എംബ്രിയോ സാക്കിന്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ സാക്കിന് ന്യൂട്രിയൻസ് കൊടുക്കുന്ന ആളാണ് ആര് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള എംബ്രിയോ സാക്ക്, ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്ക്. ആൻഡ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ന്യൂസെല്ലസ് ഈ ഒരു റീജിയൻ ആണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. Then embryo sac is the female gametophyte located within the nucellus which contain egg cells. നടുക്ക് കാണുന്ന ഈ ഒരു പോർഷൻ, നമുക്ക് കുറേ കണ്ണുമുക്കൊക്കെ കാണുന്നില്ലേ, ആ ഒരു പോർഷനാണ് നമ്മൾ ആക്ച്വലി എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് സറൗണ്ട് ചെയ്തിട്ടുള്ള ആരുമായിട്ടാണ്, ന്യൂസെല്ലസുമായിട്ടാണ് എംബ്രിയോ സാക്ക് സറൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പഠിക്കുമ്പോൾ ഈ ടൈപ്സ് ഓഫ് ഒവ്യൂൾ കഴിഞ്ഞിട്ട് ഈ ഒരു എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റ് ആണ് പഠിക്കാനുള്ളത്. എംബ്രിയോ സാക്ക്
ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാകുന്നത് എങ്ങനെയാണ്. അപ്പോൾ ആ എംബ്രിയോ ഉണ്ടാകുമ്പം അവയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നറിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന ആൾ നമ്മുടെ ന്യൂസെല്ലസ് ആണ് കേട്ടോ. അപ്പോൾ എംബ്രിയോസെക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഫ്യൂഷൻ ഫെർട്ടിലൈസേഷനും പഠിക്കാനുണ്ട്. സോ ഇത്രയാണ് ഒരു ടിപ്പിക്കൽ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ. താങ്ക് യു.